പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ ഇവിടെ വേദിയിൽ കൈമാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കം. ഔദാര്യമല്ല ആദരമെന്ന് മുഖ്യമന്ത്രി. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. പദ്ധതി ഭാവിയിൽ വിപുലമാക്കുമെന്ന് CP ജോൺ. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ആഘോഷമാക്കി വനിതാ യാത്രക്കാർ. പ്രിയദർശിനി സൗജന്യ യാത്ര. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. കോഴിക്കോട് ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. നിപ രോഗബാധിതന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും ഫലം നെഗറ്റീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിനെതിരെ CPM നടപടി. സസ്പെൻഷനിൽ മാത്രം ഒതുക്കി. തീരുമാനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. കുറ്റപത്രത്തിൽ ന്യൂനതകളുണ്ടെങ്കിൽ വീണ്ടും അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി. സ്ലോവാക്യയിൽ ചരിത്രം കുറിച്ച് നരേന്ദ്രമോദി. വ്യാപാര, പ്രതിരോധ, ഊർജ്ജ മേഖലകളിൽ സഹകരണത്തിന് ധാരണ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി ഫ്രാൻസിലേക്ക്. ട്രംപുമായി മറ്റന്നാൾ നിർണായകമായ കൂടിക്കാഴ്ച. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. അമേരിക്കയും ഇറാനും കരാറിലെത്തി. സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ. ഹോർമുസ് പൂർണ്ണമായും തുറന്നു. ലോകകപ്പിൽ സ്പെയിൻ ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ കന്നിക്കാരായ കേപ്പ് വെർഡെ. മത്സരം രാത്രി 9:30. ബെൽജിയം ഈജിപ്ത് മത്സരം രാത്രി 12:30. ന്യൂസിലൻഡിനെ നേരിടാനായി ഇറാൻ ടീം US-ൽ.